നമസ്കാരം. കാണാത്ത കേരളത്തിലേക്ക് സ്വാഗതം. കോഴിക്കോട് ജില്ലയിൽ കൂടിയാണ് ഇന്ന് കാണാത്ത കേരളം കടന്നുപോകുന്നത്. ആൾദൈവങ്ങൾ തട്ടിപ്പ് നടത്തുന്ന നമ്മുടെ സമൂഹത്തിൽ ചിലരെയെങ്കിലും ദൈവമായി ഉയർത്തുന്നത് വിശ്വാസികൾ തന്നെയാണെന്ന് പറയാതെ വയ്യ. മാനസിക വൈകല്യമുണ്ടെന്ന് സംശയിക്കത്തക്ക രീതിയിൽ പെരുമാറുന്ന നിർദോഷികൾ വരെ ഇത്തരത്തിൽ ദൈവിക പരിവേഷം കൽപ്പിക്കപ്പെട്ടവരിൽ പെടുന്നു. കൊയിലാണ്ടിയിലുള്ള അച്ചാറുസ്വാമി ഇക്കൂട്ടരിൽ ഒരാളാണ്. ഭിക്ഷാടകനെ പോലെ കഴിയുന്ന സ്വാമി അവധൂതനാണെന്നാണ് വിശ്വാസികൾ കരുതുന്നത്. അച്ചാറുസ്വാമിയുടെ വിശേഷങ്ങളാണ് കാണാത്ത കേരളത്തിൽ ഇന്നാദ്യം. കൊയിലാണ്ടി റെയിൽവേ പാളത്തിന് സമീപമാണ് അച്ചാറുസ്വാമി കഴിയുന്നത്. ട്രാക്കിന് തൊട്ടടുത്ത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പീഡികത്തിണ്ണയിൽ സ്വാമി എപ്പോഴും ഉണ്ടാകും. ചപ്പുചവറുകൾക്കിടയിലാണ് അച്ചാറുസ്വാമി കഴിയുന്നത്. വടക്കേ ഇന്ത്യക്കാരനായ സ്വാമിയെക്കുറിച്ച് നാട്ടുകാർക്കാർക്കും വലിയ അറിവൊന്നുമില്ല. ദുർഗന്ധം വമിക്കുന്ന ചപ്പുചവറുകൾക്കിടയിൽ എപ്പോഴും എന്തോ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വാമി ആരെയും അത്ര കണ്ട് ശ്രദ്ധിക്കാറുമില്ല. സ്വാമിയുടെ മുൻപിൽ ഭക്തർ വച്ചിട്ട് പോയ പൂക്കളും ചപ്പുചവറുകൾക്കിടയിൽ കാണാം. മുപ്പത്തിയഞ്ച് വർഷത്തോളമായി ഇവിടെ കഴിയുന്ന സ്വാമി അവധൂതനാണെന്ന് വിശ്വസിച്ച് എത്തുന്നവർ നിരവധിയാണ്. ഞങ്ങൾ ചെല്ലുമ്പോഴും വിശ്വാസികളായ നിരവധി പേർ ഇവിടെ ഉണ്ടായിരുന്നു. ഞായറാഴ്ചകളിൽ ഭക്തർ ഇവിടെ ഭജന നടത്തും. ചിലർ സ്വാമിയെ കുമ്പിട്ട് തൊഴും. എന്നാൽ ഇതൊന്നും അറിയുന്ന ഭാവമല്ല സ്വാമിയുടെ മുഖത്ത്. ഈ സ്വാമി കുളിക്കുകയും നനയ്ക്കുകയും ഒന്നുമില്ല. എന്നാൽ മുഖത്ത് നല്ല ചൈതന്യമുണ്ട്. ഇതാണ് അവധൂതനെന്ന് വിശ്വസിക്കാൻ കാരണമത്രേ. എന്തൊരു പ്രത്യേകത സ്വാമിക്ക് ഉണ്ടെന്നാണ് ചേട്ടനെന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ഇവിടെ വന്നാല് ഒരു എന്തൊരു പ്രത്യേകത അനുഭവപ്പെടുന്ന പോലെ സ്വാമി ഇവിടെ എത്തപ്പെട്ടതിനെ കുറിച്ച് ആർക്കും വലിയ അറിവൊന്നുമില്ല. അച്ചാറുസ്വാമി എന്ന പേര് കിട്ടിയതിനെ പറ്റിയുള്ള കഥ വിചിത്രമാണ്. വർഷങ്ങൾക്ക് മുൻപ് അതുവഴി പോയ അച്ചാറ് കമ്പനിയുടെ വാഹനത്തിൽ നിന്നും അച്ചാറെടുക്കാൻ ശ്രമിച്ച സ്വാമിയെ വണ്ടിക്കാർ തടഞ്ഞത്രേ. അല്പം മുന്നോട്ട് പോയതോടെ വാഹനം തകരാറിലായി. തുടർന്ന് സ്വാമിക്ക് യഥേഷ്ടം അച്ചാർ നൽകിയതോടെയാണ് വാഹനത്തിന് യാത്ര തുടരാനായതെന്ന് വിശ്വാസികൾ പറയുന്നു. ഭക്ഷ്യവസ്തുക്കളിലും അച്ചാറാണ് സ്വാമിക്ക് ഏറ്റവും പ്രിയം. ചോറും മീനും മത്സ്യമൊക്കെ തിന്നു, പൊറാട്ട ചപ്പാത്തി ഒക്കെ തിന്നു. നാരങ്ങ അത് എന്റെ മുന്നേ അല്ലേ. അച്ചാറത്തറില്ല. മറ്റേ അച്ചാറ് അരത്തി അച്ചാർ സ്വാമി എന്ന പേരും കൂടി. സ്വാമി കയറിയ ഇരുചക്രവാഹനത്തിന്റെ ഉടമയ്ക്ക് ലോട്ടറി അടിച്ചെന്നും ഒരു കഥയുണ്ട്. വിശ്വാസം എന്ന് വെച്ചാൽ അങ്ങനെ കേട്ടുകളി കുറേ ഉണ്ട്. കേട്ടുകളി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഇങ്ങനെ സ്വാമിയെ കണ്ടു പോകുന്നവർ പെട്ടെന്ന് യാദൃശ്യമായിട്ട് ആളുകൾ മാറ്റം വന്നു. സാമ്പത്തിക മത്സ്യവും കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പൊടി എടുക്കണ്ട, നീ രക്ഷപ്പെട്ടില്ലേ, നീ ഇങ്ങോട്ട് പൊടി എന്ന് പറയുന്നൊരു സമ്പ്രദായം കേട്ടിട്ടുണ്ട്.
പിന്നെ ഇവിടുന്ന് ഒരു ബൈക്കിൻ്റെ മുകളിൽ കയറി തിക്കോടി പോയി താമസാക്കിയിരുന്നു. അങ്ങനെ ആ കച്ചവടക്കാരനൊക്കെ വളരെ ടോപ്പിലെത്തി. അച്ചാറുസ്വാമിയെ കണ്ടിട്ട് യാത്ര പോയാൽ അതേറെ ഐശ്വര്യപ്രദമാണെന്നും വിശ്വാസികൾ കരുതുന്നു. സ്വാമിയുടെ കയ്യിൽ നിന്നും ചില്ലറ നാണയങ്ങൾ ലഭിക്കുന്നത് സമ്പത്ത് വർദ്ധിപ്പിക്കുമത്രേ. സ്വാമിക്ക് ഭക്ഷണപ്പൊതികൾ വിശ്വാസികൾ എത്തിച്ചു നൽകും. അതും ചവറ്റുകൂനക്കരികിലിരുന്നാണ് കഴിക്കുന്നത്. മാനസിക രോഗിയായ ഭിക്ഷാടകനെ പോലെ പെരുമാറുന്ന സ്വാമി ക്യാമറ അടുത്തെത്തിയതും ആട്ടി അകറ്റി. ഇടിഞ്ഞു വീഴാറായ നിലയിലാണ് അച്ചാറുസ്വാമിയുടെ താവളം. ഏറിയ സമയവും അച്ചാറുസ്വാമി മൗനത്തിലാണ്. സ്വാമിയുടെ താവളം ഇടിഞ്ഞു വീഴാറായ നിലയിലായിരിക്കുന്നു. വിശ്വാസികൾക്ക് പുറമെ വീടും കൂടുമില്ലാത്ത പലരും ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. വീടിന്റെ പിന്നാമ്പുറത്ത് കണ്ട ചിലർക്കൊക്കെ ക്യാമറയെ അഭിമുഖീകരിക്കാനും വിമുഖതയായിരുന്നു. അച്ചാറുസ്വാമിയെ താൻ തിക്കോടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നതാണെന്ന് കെട്ടിടത്തിന്റെ ഉടമയായ ബാലൻ പറയുന്നു. സ്വാമി തിക്കോടിയിൽ നിന്ന് കൊണ്ടുവന്ന സൂര്യ സമയത്ത് അത്യാവശ്യം എൻ്റെ കഴിവിനനുസരിച്ചൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ടായില്ല. അല്ല, ആൾക്കാർ സ്വാമിയെ കുറിച്ച് പല കഥകളും പറയുന്നുണ്ട്. കാരണം വന്ന് കണ്ടവർക്ക് പല ഗുണങ്ങളും അറിയില്ല, നമുക്കറിയില്ല. അതൊരു സാധു എന്നുള്ള എനിക്ക് അതിനുള്ള സംവിധാനം ചെയ്തു കൊടുത്തു, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. വിശ്വാസത്തെക്കാൾ ഉപരിയായി പറഞ്ഞു കേട്ട അറിവാണ് സ്വാമിയെ പറ്റി പലർക്കുമുള്ളത്. വിശ്വാസം എല്ലാവരിലും ഉണ്ട്. സ്വാമിയിൽ മാത്രമല്ല, പ്രപഞ്ചത്തിൽ മുഴുവനുണ്ട്. ഞങ്ങളുടെയൊക്കെ പാതി അതാണ്. ചേട്ടൻ ആധ്യാത്മിക രീതിയിൽ പ്രവർത്തനം നടത്താറുണ്ടോ? ഇല്ല. പിന്നെ പാത എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? പാത എന്നല്ലാതെ എന്തെങ്കിലും തെണ്ടി കിട്ടിയാൽ തിന്നു. ഇവിടെ വീട്ടിൽ പോകാൻ നിർത്തിയില്ലായിട്ട് ഇത്ര വിശ്വാസമില്ല. അങ്ങനെ അമ്പലത്തിൽ പോയാൽ എന്തെങ്കിലും കിട്ടുന്നൊക്കെ പോയി ഞാനും കുറേ കാലം പോയിരുന്നു. ഈ 5-6 കൊല്ലം മുന്നേ നിത്യം 4 മണിക്ക് എണീറ്റ് പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ വിധിപ്രകാരം അതേപടി വീതം വെച്ച് കൈകൂപ്പിത്തൊഴിൽ പിടിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതായിരുന്നു. ഉത്തരേന്ത്യക്കാരനായ മറ്റൊരു സ്വാമിയെയും ഇവിടെ കണ്ടു. ഹിമവൽ സ്വാമി ശരണം ശരണം, ഹേമാംഗ സുന്ദര ശരണം. रूप सरस्वती को तुम धारा, दे सद्बुद्धि ऋषि मुनिनन उभारा. धरा रूप नरसिंह को अम्बा, प्रगट भई फाड़ कर खंबा. रक्षा कर प्रहलाद बचायो, हिरणाकुश को स्वर्ग पठायो. लक्ष्मी रूप धरो जग माही, श्री नारायण अंग समाही. शीरु सिंधु में करत विलासा, दया सिंधु दीजे मन आसा. हिंगलाज में तुम्ही भवामी, ഭവാനി മഹിമ അമിത് ന ജാത് ബഖാനി. മുൻ സൈനികോദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തിയ ഇദ്ദേഹം സഞ്ചാരമധ്യേ 3 ദിവസം മുൻപാണ് ഇവിടെ എത്തിയത്. പ്രകൃതി ത്വം ച സർവസ്യ ഗുണത്രയ വിഭാവിനി, കാൽരാത്രി മഹാരാത്രി ഭോരാത്രിശ്ച ദാരുണ. ത്വം ശ്രീസ്ത്വമീശ്വരി തവം ഹ്രീസ്ത്വം ബുദ്ധി പ്രബോധ ലക്ഷണ ലജ്ജാ പുഷ്ടി തുഷ്ടി സത്വം ശാന്തി ശാന്തിരേവ ച. പുതിയ സ്വാമി അടുത്തിരുന്ന് സിഗരറ്റ് പുകച്ചതോടെ അച്ചാറുസ്വാമിയുടെ മട്ടുമാറി. Otherwise there is no unemployment. I don't see any unemployment in India. I have not seen any unemployment. Government is doing such a good job. So many jobs are there available in government. Today our defense forces need defense officers. Officers are needed. Okay, fine. ആദേശ്. എന്തായാലും ഇദ്ദേഹം വിശ്വസിക്കുന്നത് അച്ചാറുസ്വാമി ദൈവതുല്യനാണെന്നാണ്.
He is a God personified. To my mind, he is a God personified. He is God itself. He is a miraculous person. Much miracles have happened with me within 3 days. In his presence, miracles are a rule, not exceptions. വർണ്ണാശ്രമങ്ങൾക്കെല്ലാം ഉപരിയായി ശരീര സംസ്കാരാദികളിൽ ശ്രദ്ധയില്ലാതെ സന്യാസ ജീവിതം നയിക്കുന്ന യോഗികളെയാണ് അവധൂതൻ എന്ന് പറയുന്നത്. അച്ചാറുസ്വാമി ഇക്കൂട്ടത്തിൽ പെട്ടതാണെങ്കിലും അല്ലെങ്കിലും വിശ്വാസികൾക്ക് അദ്ദേഹം ഈശ്വരതുല്യനായി കഴിഞ്ഞു. എന്തായാലും സ്വാമിയെ കൊണ്ട് പൊതുസമൂഹത്തിന് യാതൊരു ശല്യവുമില്ല. പാലുളിയിലേക്കാണ് അടുത്ത യാത്ര. അവിടെയാണ് ദിവ്യദൃഷ്ടിയുണ്ടെന്ന് അവകാശപ്പെടുന്ന വിശ്വനാഥൻ വൻ തട്ടിപ്പ് നടത്തുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്ന വിശ്വനാഥൻ 10-15 വർഷം മുൻപാണ് ദിവ്യദൃഷ്ടി ലഭിച്ചെന്ന് അവകാശപ്പെട്ട് പ്രവചനം തുടങ്ങിയത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 2 നില വീടും ഇന്നോവ കാറുമൊക്കെ ഇയാൾക്കുണ്ടായി. ദിവ്യദൃഷ്ടി വിശ്വനാഥൻ എന്ന് സ്വയം പേരിട്ടാണ് ഇയാൾ വിശ്വാസ ചൂഷണം നടത്തുന്നത്. ഫ്ലെക്സ് ബോർഡുകളും വിസിറ്റിംഗ് കാർഡുകളും ഒക്കെ ഈ പേരിൽ അച്ചടിച്ചിട്ടുമുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ പരസ്യം ചെയ്താണ് വിശ്വനാഥൻ കച്ചവടം വർദ്ധിപ്പിച്ചത്. കർണാടകയിൽ നിന്നെത്തിയ വിശ്വാസികളെയും ഇവിടെ കണ്ടു. அங்கே கேஜஸ்ல வந்து போயிருக்கேன். காரில் வந்திருக்காங்க. அந்த கார்டு கொடுத்துட்டு வாங்க. 3 വർഷத்துக்கு മുന്നേ தெரியும். 3 വർഷத்துக்கு മുന്നേ. ഞങ്ങൾ ആദ്യ ദിവസം ചെന്നപ്പോൾ വിശ്വനാഥൻ എവിടെയോ പൂജ കഴിഞ്ഞ് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം വരാൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ എത്തി. ഇയാളെ കാണണമെങ്കിൽ 100 രൂപയാണ് ഫീസ്. ടൂറ് വന്നതാണെന്നും കൂട്ടത്തിലൊരാൾക്ക് ഭയപ്പാടാണെന്നും കളവ് പറഞ്ഞതോടെ വിശ്വനാഥൻ പ്രവചനം തുടങ്ങി. വിശ്വനാഥന്റെ പഴയ വീട്ടിൽ വെച്ചാണ് പൂജയും കാര്യങ്ങളുമൊക്കെ നടത്തുന്നത്. ഇരിപ്പുമുറിയിൽ നിറയെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആരാധനാ വസ്തുക്കളും ദൈവങ്ങളുടെ ചിത്രങ്ങളുമാണ്. സിംഹാസനം പോലെയുള്ള ഒരു കസേരയിലാണ് വിശ്വനാഥൻ ഇരിക്കുന്നത്. വിശ്വനാഥൻ വെറുതെ കാര്യങ്ങൾ അടിച്ചുവിടുകയാണെന്ന് തുടക്കത്തിൽ തന്നെ മനസ്സിലായി. ഞങ്ങളെ തിരിച്ചറിയാൻ അയാളുടെ ദിവ്യദൃഷ്ടി ഉപകാരപ്പെട്ടില്ലെന്നതാണ് ഏറ്റവും രസകരം. നിങ്ങൾ എന്താണെന്നും നിങ്ങൾ എന്തിനു വേണ്ടി ഭൂമിയിൽ ജനിച്ചെന്നും നമ്മൾ അയാളുടെ അടുത്ത് ചോദിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അവരെ ഞാൻ നെറ്റ് കൂടി ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അവരൊരു മീഡിയ മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി. ദൈവം അവർ നിങ്ങളെടുത്ത് തരുന്നു ഇൻഫർമേഷൻ അതിങ്ങേക്ക് തരുന്നു. ഇന്നലെ വന്ന സമയത്ത് ഇതേപോലെയാണ് നിങ്ങൾ ഇരുന്നത്. വലത് കൈയുടെ മേൽഭാഗത്ത് ഇടത് കൈയെ ബന്ധിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കർമ്മസ്ഥാനങ്ങളും അല്ല, ഞാനിരിക്കുന്നത് വേറെ വ്യത്യാസമുണ്ട്. ഇത് സ്ഥാനം വേറെ അല്ല. ഞാൻ ഇരിക്കുന്നത് ഒരു സിംഹാസനത്തിലാണ്. മുൻപിൽ വന്നിരിക്കുന്നവരെ പറ്റി ഒന്നും മനസ്സിലാക്കാനാകില്ലെങ്കിലും അങ്ങനെയൊന്നുമല്ല വിശ്വനാഥൻ പറയുക. ദൈവം തന്ന കഴിവാണ്. ഇത് എപ്പം പോകും നമുക്കറിയില്ല. 23 വർഷമായിട്ടുണ്ട് ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യണമെന്ന് ജ്യോതിഷത്തില് തീരുമാനിച്ച് നമ്മളിതിലും കണ്ടു. അതുകൊണ്ട് പുറത്തുനിന്ന് ദുബായിൽ പോകുന്നുണ്ട്. പോയിട്ട് വന്നാണ് അവിടുത്തെ ദോഷങ്ങളൊക്കെ തീർക്കാൻ. വിശ്വനാഥന്റെ ദിവ്യദൃഷ്ടിയിൽ പലതും തെളിഞ്ഞു കണ്ടു. ഒരു ശത്രു ബിസിനസ് മൈൻഡിലാവാം, ഈ ഫാമിലിയിലാവാം, ഏതോ ഒരു റൂട്ടിൽ ഒരു ശത്രു 6 വർഷത്തോളായിട്ട് നമ്മുടെ അടുത്തുണ്ട്. വിഷ്ണുമായ എന്ന് പറയുന്ന
ചൈതന്യത്തെ സേവിച്ച് നടക്കുന്ന ഏതോ ഒരു അമ്പലത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കാവിൽ വെച്ചിട്ട് നിങ്ങളുടെ എല്ലാ മേഖലകളെയും മരവിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്തംഭന ക്രിയകൾ വരാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾ വയനാട്ടിലേക്ക് പോകുന്ന നിങ്ങൾ ബാലുശ്ശേരിയിലെത്തേണ്ടി വന്നത് ബന്ധനമുള്ളത് കൊണ്ടാണ്. 1.5 മാസത്തിനിടെ ധനനഷ്ടമുണ്ടാകുമെന്നും അയാൾ പ്രവചിച്ചു. കുട്ടിച്ചാത്തന് നല്ല കുട്ടിച്ചാത്തന് വിട്ടതല്ല, ഇയാളുടെ കാര്യങ്ങൾക്കുള്ള ബ്ലോക്കിംഗ് വരുത്താൻ വേണ്ടി ചെയ്തിരിക്കുക. നിങ്ങൾക്ക് വലിയ ഒരു 1.5 മാസത്തിനുള്ളിൽ 10 ലക്ഷത്തിന്റെ മുകളിൽ ഒരു പണം അല്ലെങ്കിൽ ഒരു ഫണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടണമെന്നാണ്. കുടുംബത്തിന്റെ പൂർവ്വചരിത്രം വരെ വിശ്വനാഥൻ ദിവ്യദൃഷ്ടിയിലൂടെ കണ്ടെത്തി. വാപ്പയുടെ വാപ്പ സ്വന്തമായി അവർ പള്ളിയെ സംരക്ഷിച്ചു പോന്നിരുന്നതായ ഒരു പാരമ്പര്യമുണ്ട് എന്നാണ് പറയുന്നത്. പള്ളിയല്ല, പള്ളിയിൽ പിള്ളേർക്ക് ചായ കൊണ്ട് കൊടുക്കുന്നതായാലും മതി. പൂജ മാത്രമല്ല, മദ്യപാനം നിർത്താനുള്ള ആയുർവേദ ചികിത്സയും വിശ്വനാഥന് വശമുണ്ടത്രേ. ഞാനിവിടെ മദ്യപാനം നിർത്താൻ വേണ്ടി മരുന്ന് കൊടുക്കുന്ന ആളാണ്. ആയുർവേദ മെഡിസിൻ 45 ദിവസം ആ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ മദ്യം കംപ്ലീറ്റ് സ്റ്റോപ്പ് ആക്കുന്നു. മദ്യപിക്കാറില്ല, നേരത്തെ നല്ലോണം കുടിക്കാറ്. തരികിട പരിപാടികൾ നിർത്താൻ നാട്ടുകാരിൽ ചിലർ ശ്രമിച്ചപ്പോൾ തലയൂരിയതൊക്കെ ഏറെ അഭിമാനത്തോടെയാണ് ഇയാൾ വിശദീകരിക്കുക. ഇവിടെ എനിക്ക് മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റ് ഒരാൾ മാത്രം ഒരു ഇത് കൊടുത്തിരിക്കുകയായിരുന്നു. നമ്മുടെ പരിപാടി നിർത്താൻ വേണ്ടി അവിടുന്ന് നേരിട്ട് അന്വേഷണം വന്നു. ഇൻഷുറൻസിലും ഇന്റലിജൻസിലും എല്ലാത്തിലും പ്രസിഡന്റിലൊക്കെ നമ്മളെ ഇവിടെ വന്നിട്ട് കാര്യം സാധിച്ചു പോയ ആളുകളുണ്ട്. ഇവിടെ നിന്ന് കളവ് കേസുകൾ, ഇപ്പം തട്ടിക്കൊണ്ടുപോയ കേസ്, ഇതൊക്കെ ഡയറക്റ്റ് പോയിട്ട് നമ്മൾ ക്രിക്കറ്റിൽ സംസാരിച്ചു. ആ പ്ലാൻ വെച്ചിട്ട് ആളെ പോയിട്ട് പൊക്കും. ആളാരാന്നൊന്നും അറിയില്ല, നമ്മൾ പോകും, നമ്മൾ വരുന്നു, അത്രയും. അപ്പം നമുക്ക് നേരെ അവർ ഇൻഫർമേഷൻ തന്നു, നിങ്ങൾക്ക് ആ ഒരു പരാതി വന്നിട്ടുണ്ട്, സ്റ്റേഷനിലുണ്ട്, ഒന്നും വിളിപ്പിച്ചിട്ടൊന്നുമില്ല. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലെ പാർട്ണർ ചെറിയ കുഴപ്പക്കാരനാണെന്ന് കളവ് പറഞ്ഞപ്പോഴും വിശ്വനാഥന്റെ ദിവ്യദൃഷ്ടി പ്രവർത്തിച്ചു. 6 മാസത്തിനുള്ളിൽ ആൾ കഴിഞ്ഞു പോകും. ഷെയർ ചോദിച്ചു പോകും. ഇല്ലാത്ത അനിയനെ കാണാനില്ലെന്ന നമ്പരും ഞങ്ങൾ ദിവ്യദൃഷ്ടിയുടെ അടുത്തിറക്കി. ജീവനോടെ ഉണ്ട്. ജീവനോടുണ്ടല്ലേ? 25 കിലോമീറ്റർ ഉള്ള ഏരിയയിൽ ഒരു വില്ലേജ് പോലത്തെ ഒരു ഏരിയയിൽ ഇന്നിപ്പോൾ അയാൾ ജീവിച്ചിരിക്കും. അതൊക്കെ തമിഴിലാണ്. 90 ദിവസം കഴിയുന്നതിന് മുമ്പ് അയാളെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. സന്ദർശകർ ധനികരാണെന്ന് തോന്നിയാൽ അല്പം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ നടത്താൻ വിശ്വനാഥൻ ശ്രമിക്കും. പിന്നെ നമുക്ക് കോഴിക്കോടൊക്കെ സ്ഥലം വേണമെങ്കിൽ നിങ്ങളെ വിളിച്ചോളൂ, നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. നല്ല സ്ഥലങ്ങൾ, ബിൽഡിങ്ങുള്ള സ്ഥലമുണ്ട്. വലിയ സ്ഥലമൊക്കെ 1.5% കമ്മീഷൻ കൊടുക്കാറുണ്ടോ? മതി, വലിയ സംഖ്യക്ക് അത് മതിയല്ലോ. ഒന്നേ നമുക്കിവിടെ കിട്ടാറുള്ളൂ. ഒരു രാത്രി കൊണ്ട് കെട്ടിടം പൊളിച്ചു കളഞ്ഞ ചരിത്രവും ഇയാൾക്കുണ്ട്. അതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടിയും വന്നു. ബാലുശ്ശേരിന്റെ ഹൃദയഭാഗത്ത് 2 കോടി രൂപയുടെ ബിസിനസ് ചെയ്ത് കൊടുത്തു. സൗദിയിലാണ്, സലീം എന്നാണ് പേര്. അയാൾ ഇന്ന് ഏൽപ്പിച്ച അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, കട്ട് ചെയ്ത് 4 JCB വെച്ചു. പണിക്കാരെയൊക്കെ ഇറക്കി, ചെക്കന്മാരെയൊക്കെ ഇറക്കി, കള്ളും കോഴിയൊക്കെ കൊടുത്തു. ഒരു രാത്രി കൊണ്ട് എല്ലാം കട്ട് ചെയ്ത് പോന്നു. രാവിലെ വന്ന് നോക്കി, ഹൃദയഭാഗത്തുള്ള ഒഴിയാത്ത ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത്. അറസ്റ്റ് ചെയ്തു. 9 ദിവസം റിമാൻഡ് ആയിരുന്നു ഈ വേഷ പരിപാടി ഉള്ള സമയത്ത്. ഞാൻ റിമാൻഡ് ആകുമ്പോഴത്തേക്കും 88 ലക്ഷം രൂപ എടുത്തിട്ട് ഒഴിവാക്കി കോംപ്രമൈസ് ആവുകയും ചെയ്തു. ഒരാൾ ജയിൽവാസമല്ലേ ദിവ്യദൃഷ്ടിയിലൂടെ നേരത്തെ മനസ്സിലായി കാണില്ല. എന്തായാലും ഉളുപ്പില്ലാതെ കാര്യങ്ങൾ തട്ടിവിടാൻ ഒരു മടിയുമുള്ളയാളല്ല വിശ്വനാഥൻ. 2 കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം എന്നാണ് നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇവിടേക്ക് വരുമ്പം തീരുമാനിച്ചത്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. രാവിലെ വെറും വയറ്റിലും രാത്രി ഭക്ഷണശേഷം ഒരു നുള്ളു വായിലിട്ട് ഒരു ഗ്ലാസ് പച്ചട്ടോ. പിന്നീട് വിശ്വനാഥൻ സമീപമുള്ള പൂജാമുറിയിലേക്ക് പോയി തകിടുമായി തിരിച്ചെത്തി. ഇതിനകത്ത് നിറച്ചിരിക്കുന്ന തകിടിന്റെ പേര് ശൂലിനി എന്നാണ്. മഹാശൂലിനി യന്ത്രമാണ്. അപ്പൊ ഞാനൊരു ഡേറ്റ് തരാം. അപ്പൊ നിങ്ങളെ വീണ്ടും ഇതേപോലെ ഒരു ഫ്രീ ആയിട്ട് വയനാട് വന്നിട്ട് നിങ്ങളൊക്കെ ഞാനിവിടെ വാങ്ങിച്ച് നമുക്ക് ഇവിടെ വെച്ച് തീർക്കാം. അതല്ല അവിടെ വെച്ച് തീർക്കണമെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾ വീട്ടിൽ പോയിട്ട് തീരുമാനിച്ചു. നിങ്ങൾക്ക് ഇനി അങ്ങനെയാണെങ്കിൽ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ആക്കാം. ദക്ഷിണയായി ഇഷ്ടമുള്ളത് കൊടുത്താൽ മതിയെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞതെങ്കിലും
ഞങ്ങൾ പോകാനെണീറ്റതോടെ അയാൾ തനിനിറം കാട്ടി. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു 1000 രൂപ ഞങ്ങൾ അവിടെ വെച്ചു ഈ കൂടിന്റെ ഉറുക്കിന്റെ. മറ്റുള്ളതിനൊക്കെ 10 പ്രാവശ്യം ഇല്ല, ഞങ്ങൾ വിളിക്കും, ഞാൻ പറയാം. അച്ചാറുസ്വാമിയെ അവധൂതനാക്കിയത് നാട്ടുകാരെങ്കിൽ വിശ്വനാഥന് ദിവ്യദൃഷ്ടി നൽകിയത് അയാളുടെ തന്നെ വക്രബുദ്ധിയാണ്. നിത്യേന നിരവധി ആളുകളെ കബളിപ്പിച്ചാണ് ഇയാൾ ധനികനായത്. ചെറ്റക്കുടിലിൽ നിന്നും മേലനങ്ങാതെ മണിമാളികയിൽ എത്തണമെന്നുണ്ടെങ്കിൽ വിശ്വനാഥൻ്റെ പാത പിന്തുടർന്നാൽ മതിയാകും. മറ്റൊരു വിഷയവുമായി അടുത്ത വാരം വീണ്ടും കാണാം.